അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് ഇസ്ലാമിക ലോകത്തിന്, മുസ്ലിം ഇന്ത്യക്ക് ഇസ്സത്തും അഭിമാനവും ശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറികടക്കാനുള്ള ശക്തി, മുസ്ലിം ലോകത്തെ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ശേഷി ഇസ്സത്തോടെയും കരുത്തോടെയും കൂടി ലോക മുസ്ലിങ്ങളിൽ ജീവിക്കാൻ അള്ളാഹുവിനെ സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫജ്ർ. ഫജ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫജ്ർ സാദിഖ്, കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ എന്ന് പറയുന്നത് സാധാരണ സുബഹി നമസ്കാരത്തിന് സലാത്തുൽ ഫജ്ർ എന്ന് പറയാറുണ്ട്, പ്രഭാതം. നോമ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദ്, വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്നും വെളുത്ത നൂല് വേർതിരിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ വെളുത്ത നൂല് വേർതിരിയുന്നത് പ്രഭാതം വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആ നൂലിന്റെ വ്യത്യാസം മനസ്സിലാക്കാവുന്ന വിധത്തിൽ ചെറിയ രൂപത്തിൽ ആ രാത്രിയുടെ ഇരുട്ട്, തമസിന്റെ ആ കട്ട, ആ ഇരുട്ടാർന്ന ആ ഇരുട്ടങ്ങോട്ട് മാറി പ്രഭാതം വരിക, അതാണ് ഫജ്ർ. സുബഹി എന്നും പറയാറുണ്ട്, പക്ഷെ സുബഹി കുറച്ചുകൂടി നമസ്കാരവും സുബഹി നമസ്കാരവും അതിനുശേഷമുള്ള പ്രഭാതത്തിനൊക്കെ ഖുർആൻ അങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നത്. പ്രഭാതം നേരം പുലർന്ന് അതിന്റെ ആ ശ്വാസം കൊണ്ട് വരുമ്പോൾ അത് തെളിമയാകുമ്പോൾ അത് സുബഹി നമസ്കാരാനന്തരവും പ്രഭാതം വരെ ഉള്ള സമയത്തേക്ക് സുബഹി എന്ന് പറയാറുണ്ട്. ഫജ്ർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഇരുട്ടിന്റെ ആ കരാളത, ആ തമസിന്റെ രൂക്ഷത അത് മാറി പ്രഭാതം തെളിയുന്നതിനാണ് ഫജ്ർ എന്ന് പറയുന്നത്. സൂറത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രഭാതം തന്നെയാണ് സത്യം. ഈ അധ്യായത്തിൽ ഈ പ്രഭാതത്തെ എന്തുകൊണ്ട് പറഞ്ഞു എന്നതിൽ പണ്ഡിതന്മാർ പല വിധത്തിൽ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൽ അശ്ർ 10 രാവുകൾ തന്നെയാണ് സത്യം, ഇരട്ടതയും ഒറ്റയുമായ ദിവസങ്ങളാണ് സത്യം, രാത്രി പിന്തിരിഞ്ഞു പോകുന്ന ആ രാത്രിയാണ് സത്യം. ഇങ്ങനെ പ്രഭാതത്തെയും 10 രാവുകളെയും ഇരട്ടയും ഒറ്റയുമായ ദിവസങ്ങളെയും അതേപോലെ തന്നെ രാത്രി പിൻവാങ്ങിപ്പോകുന്നതിനൊക്കെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പറയുന്ന കാര്യങ്ങൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഇരുട്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇഴജന്തുക്കളുടെ, ഹിംസ്ര ജന്തുക്കളുടെ, ദുഷ്ടജീവികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭമാണ്. ഇരുട്ട് പലപ്പോഴും അക്രമങ്ങളുടെ, യുദ്ധങ്ങളുടെ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതും പെട്ടെന്ന് ആക്രമിക്കുന്നതൊക്കെ ഇരുട്ടിന്റെ മറവിലാണ്. ഇരുട്ട് പലപ്പോഴും ഒരു കരാളതയുടെ, ക്രൂരതകളുടെ, യുദ്ധങ്ങളുടെ, അക്രമങ്ങളുടെ, ഹിംസ്ര ജന്തുക്കളുടെ ഒക്കെ ഉപദ്രവങ്ങളുടേതായ അന്തരീക്ഷം പലപ്പോഴും ഇരുട്ടുകളിൽ ഉണ്ടാകാറുണ്ട്. പ്രഭാതം അത് ഒരു പൊട്ടിവിടൽ, പ്രഭാതത്തെ പൊട്ടിവിടർത്തുന്നവൻ. അപ്പോൾ പ്രഭാതത്തെ വിടർത്തുന്നവൻ അവനെ തന്നെയാണ് സത്യം. സൂറത്തുൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. മിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, മിൻ ശർരി ഹസിദിൻ ഇദാ ഹസദ്. രാത്രിയാകുമ്പോൾ ആ ഇരുട്ടിന്റെ സന്ദർഭത്തിൽ രാത്രിയാകുമ്പോൾ ആ ഇരുട്ടിലൂടെ വരുന്ന പലവിധ ഉപദ്രവങ്ങൾ, ഇരുളുകളുടെ രാത്രികളുടെ കരാളതയെ കുറിച്ച് ഒക്കെയാണ് ഈ സൂറത്തുൽ ഫലഖിലും പറയുന്നത്. വിശദാംശങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ സൂറത്തുൽ ഫജ്റിൽ പിന്നെ പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد. ചരിത്രത്തിലെ കുറെ ഇരുട്ടിന്റെ ശക്തികൾ,
ക്രൂരതയുടെ ശക്തികൾ, കുടിലതയുടെ ശക്തികൾ, അവരുടെ പേരുകളെ പറയുന്നത്. അലം പറഞ്ഞ് കണ്ടില്ലേ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമൂഹത്തെ എങ്ങനെയാണ് നിന്റെ നാഥൻ കൈകാര്യം ചെയ്തത് എന്നറിയില്ലേ. കൈഫ ഫഅല ബിറബ്ബിക, നിന്റെ നാഥൻ ലോകത്തെ ആദ് എന്ന് പറയുന്ന ഒരു സമൂഹം, വലിയ ആരോഗ്യപരവും ശാരീരികവുമായി കരുത്തും അക്രമികളുമായിരുന്ന ആളുകളായിരുന്നു ആദ് എന്ന് പറയുന്നത്. ഇറം ഗോത്ര, ഇറമദാത്തുൽ ഇമാദ്, വലിയ സ്തൂപങ്ങൾ ഉണ്ടാക്കി. ഇറം വലിയ കെട്ടിടങ്ങള്, വലിയ നിർമ്മിതികള്. വാദ്, സമൂദ് എന്ന് പറയുന്ന വേറൊരു ഗോത്രമാകട്ടെ പാറകള്, പർവ്വതങ്ങള് തുരന്നിട്ട്, ആ തുരന്നിട്ട് വലിയ നിർമ്മിതികൾ. എങ്ങനെ ഇത് നിർമ്മിച്ചു എന്ന് ഇന്നും നിങ്ങൾ അറബ് രാജ്യങ്ങൾ പോവുകയാണെങ്കിൽ, സൗദി അറേബ്യ തന്നെ പോവുകയാണെങ്കിൽ, യമന്റെ സിറിയയുടെ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഹ്കാഫ് ഗോത്രത്തെ, ഹിജ്ർ ഗോത്രത്തൊക്കെ കാണാം. മദായിൻ സാലിഹ് നബി ജീവിച്ച ജനതയുടെ ചിത്രങ്ങൾ, അവർ വരച്ചു വെച്ച, അവരുണ്ടാക്കിയ ആ നിർമ്മിതികൾ ഇന്നും നിങ്ങൾക്ക് കാണാം. ആദ് സമൂദ് ഗോത്രങ്ങൾ ജീവിച്ച പ്രദേശങ്ങളും അവിടങ്ങളിൽ അള്ളാഹുവിന് ശിക്ഷ വന്നിറങ്ങിയതിന്റെ ബാക്കി പത്രങ്ങളും ഇന്നും നിങ്ങൾക്ക് സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ കഴിയും. അള്ളാഹു ചരിത്രത്തിൽ വലിയ അക്രമികളായ ആളുകളെ, വലിയ ശക്തന്മാരെ അള്ളാഹു കൈകാര്യം ചെയ്തത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തുൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലുള്ളവരെന്ന് ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അത്ര വലിയ പൊക്കമുള്ളതും വലിയ ശരീരമുള്ളവരുമായിരുന്നു. വലിയ മരത്തിനൊക്കെ പഴമൊക്കെ കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ മരത്തിൽ പഴം പറിക്കാമായിരുന്നു. കടലിലേക്ക് ഇറങ്ങിയാൽ കൈകൾ നീട്ടിവെച്ചാൽ മത്സ്യം പിടിക്കാമായിരുന്നു. വലിയ ആജാലബാഹുക്കളായ മനുഷ്യരായിരുന്നു. ഇന്നത്തെ മാതിരിയുള്ള മനുഷ്യരായിരുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെ വലിയ ആരോഗ്യവും വലിയ ശാരീരികക്ഷമതയും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ ശാരീരികക്ഷമതയും കരുത്തും ഒക്കെ ഉപയോഗിച്ചത് അക്രമത്തിനായിരുന്നു, മനുഷ്യരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത്ര വലിയ ശക്തന്മാരായ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, വെട്ടിയിടപ്പെട്ട ഈത്തപ്പന തടി പോലെ. ഈത്തപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിന്റെ ഒക്കെ, തെങ്ങിന്റെ അത്ര പൊക്കമല്ല, ഈത്തപ്പന തടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് പോലെയാണ്. ശരിക്ക് അള്ളാഹു ഒരു ശിക്ഷ വന്നപ്പോൾ അവർ മറിഞ്ഞു കിടന്നത്. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബഖിയ, അവരിങ്ങനെ മറിഞ്ഞു കിടന്നപ്പോ വലിയ ഈത്തപ്പന തടി മറിഞ്ഞതുപോലെ അവരിങ്ങനെ കിടന്നു. അത്തരത്തിലുള്ള വലിയ മനുഷ്യന്മാരായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിൽ ആദ് സമൂഹത്തെ കുറിച്ച്, സമൂദിനെ കുറിച്ച്, വ്യത്യസ്തമായ ശിക്ഷയുടെ രീതികൾ, ഒത്തത് എന്ന് പറയുന്ന ആണി പോലെ മനുഷ്യനെ പിടിച്ചു നിർത്തി, കയ്യും കാലും പിടിച്ചു കെട്ടി, കയ്യും കാലിലും ഒക്കെ ആണി അടിച്ച് മനുഷ്യനെ ശിക്ഷിക്കുന്ന, ക്രൂരമായി ശിക്ഷിക്കുന്ന ആളായിരുന്നു ഫിർഔൻ എന്ന് പറയുന്നത്. അവരൊക്കെ ചരിത്രത്തിൽ ഒരുപാട് അക്രമങ്ങൾ ഭൂമിയിൽ ചെയ്തു കൂട്ടിയവരായിരുന്നു ഈ പറയുന്ന ആളുകളെല്ലാം. പക്ഷേ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ നാഥൻ പതിയിരിക്കുന്നവനാണ്. നിന്റെ നാഥൻ റഡാർ വെച്ച് കാത്തിരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഒരു റഡാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. വാഹനങ്ങൾ റഡാർ വെക്കുമല്ലോ. റഡാർ ഒരു പക്ഷെ നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോണത്, നിങ്ങൾ എന്താ കാണുന്നത്, നിങ്ങൾ എന്താ കേൾക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ കടന്നു നിന്നത്, നിങ്ങൾ എന്താ പ്രവർത്തിക്കുന്നത് എന്നത് നോക്കി വീക്ഷിക്കുന്ന റഡാറുകൾ അള്ളാഹുവിന്റെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, യഥാർത്ഥത്തിൽ അത്ര റഡാറുകൾ. അങ്ങനെ ചരിത്രത്തിൽ പഠിച്ച റബ്ബ് റഡാർ വെച്ചുകൊണ്ട് നോക്കിയിരിക്കുകയും നിന്റെ നാഥന്റെ ശിക്ഷയുടെ ചമ്മട്ടി, പഠിച്ച റബ്ബിന്റെ ശിക്ഷയുടെ ചമ്മട്ടി ഈ ഫറോവയുടെ തലക്കടിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സമൂദിന്റെയും ആദിന്റെയും ഒക്കെ തലയ്ക്ക് അള്ളാഹു അടിച്ചിട്ടുണ്ട്. ലോകത്തെ വലിയ വലിയ ശക്തന്മാർ, മല്ലന്മാർ, കെല്ലന്മാർ, വലിയ ശക്തികൾ അവർ മറിഞ്ഞു വീണിട്ടുണ്ട്, അവർ പതിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയണം. ഇതാണ് സൂറത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. ഒന്നുകൂടി പറയുന്നുണ്ട്, ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ലോകത്ത് മനുഷ്യന് കുറച്ച് സമ്പത്ത്, കുറച്ച് സൗകര്യങ്ങൾ കിട്ടും, ആരും വിചാരിക്കരുത് ഞാൻ വലിയ സമ്പന്നനായി, വലിയ സൗകര്യമുള്ളതായി, ദൈവത്തെ അനുഗ്രഹിച്ചവനാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നാരും വിചാരിക്കേണ്ട. ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ.
അള്ളാഹുവിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ ഒരു പക്ഷെ കിട്ടും. നിങ്ങൾക്ക് വലിയ വീട് വെക്കാനും വലിയ വാഹനം വാങ്ങാനും നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അല്ലാഹ് തരും. പക്ഷെ അത് കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ വലിയ അനുഗ്രഹീതനാണ് എന്നാരും വിചാരിക്കണ്ട. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടാം, ദാരിദ്ര്യം നേരിടാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത് കാണുമ്പോൾ ആരും വിചാരിക്കരുത് പടച്ച റബ്ബേ ഞങ്ങൾ നാണം കെടുത്തുകയാവാം, ഞങ്ങൾക്ക് എന്തേ സമ്പത്തില്ലാത്ത, ഞങ്ങൾക്ക് എന്തേ പണമില്ലാത്തത്, ഞങ്ങൾ എന്റെ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത് എന്നും വിചാരിക്കേണ്ടതില്ല. എല്ലാം ഇതാ ദുഃഖത്തിൽ ദക്കൻ ഡക്ക. ഈ അവസ്ഥയ്ക്ക് ശേഷം ഈ ഭൂമി ഒന്ന് ഇളകി മറിയാൻ പോകുന്നുണ്ട്. ഭൂമി പൊടിപൊടിക്കാൻ കല്ല ഇതാ ദുഃഖത്തിൽ ദക്കൻ ഡക്ക. ഈ ഭൂമി പൊടിപൊടിക്കും. നിന്റെ നാഥൻ മലക്കുകളൊക്കെ ഇങ്ങനെ അണിയണിയായി വരുന്ന രംഗമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുൽ ഫജ്ർ എന്ന സൂറത്ത് ഇപ്പോൾ പാരായണം ചെയ്യാൻ കാരണം നമുക്കറിയാം ലോകത്തെ വലിയൊരു രാഷ്ട്രീയമായ മാറ്റം. ലോകത്തിൽ വലിയ രാഷ്ട്രീയം. അമേരിക്ക എന്ന് പറയുന്നത് ഒരു പക്ഷേ US എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിൽ ഒരു രാജ്യമല്ല. ലോകത്ത് UN-ന്റെ ഒക്കെ കണക്കിൽ 190ഓളം രാജ്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു രാജ്യം എന്നതല്ല US. ലോകത്തെ ഭരിക്കുന്നത് ഇന്ത്യയുടെ പോലും ഭരണാധികാരി ഒരു പക്ഷേ അവിടുത്തെ BJP മോഡിയോ അതടക്കം ഇന്ത്യയെ ഭരിക്കുന്നത്, പാകിസ്ഥാനെ ഭരിക്കുന്നത്, അറബ് സൗദി അറേബ്യയും UAE-യും ഖത്തറൊക്കെ ഭരിക്കുന്നത് ഒരർത്ഥത്തിൽ അമേരിക്ക. ട്രംപ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭരണാധികാരിയാണ്. അങ്ങനെ UN എന്ന് പറയുന്നത് പക്ഷെ അന്താരാഷ്ട്ര ഏജൻസിയാണ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഇന്റർനാഷണൽ ഏജൻസിയാണ് UN. പക്ഷെ അതാണ് UN എന്ന് അമേരിക്ക പറയും. നീയും എന്റേതാണ്, ഞാൻ പറയുന്നത് പോലെ നിന്നോളണം എന്ന് UN-നോട് പറയുന്നവരാണ് US. അപ്പൊ US എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകൾ, അവരാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്ന ശക്തികൾ. അവർ ലോകത്തെ സാമ്രാജ്യത്വ ശക്തിയാണ്. അതിനേക്കാളേറെ അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഇസ്ലാമികളോടും മുസ്ലിങ്ങളോടുമൊക്കെ വലിയ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ പറയുന്ന ഗസയിൽ ഫലസ്തീനിൽ പോലെ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ മാത്രമല്ല, അമേരിക്ക കൂടി ചേർന്നിട്ടാണ്. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ പണ്ടേ വീണേനെ. ഇസ്രായേലിന് ആവശ്യമുള്ള എല്ലാ ഭീകരായുധങ്ങളും സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ ഗസയിൽ കൂട്ടക്കൊല എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം വഹിച്ചത്. അമേരിക്ക സ്വിച്ച് ഇടുമ്പോൾ അവിടെ യുദ്ധം തുടങ്ങി, അമേരിക്ക സ്വിച്ച് ഓഫ് ചെയ്താൽ അവിടെ യുദ്ധം നിൽക്കും. അതുകൊണ്ട് നെതന്യാഹു എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ്. അദ്ദേഹത്തെ പോലും അയാളെ പോലും നിയന്ത്രിക്കുന്നത് ട്രംപും വൈറ്റ് ഹൗസ് ഒക്കെയാണ്. ഞാൻ ലോകത്തെ വൻ ശക്തിയുടെ പേരാണ്, ദുഷ്ടശക്തിയുടെ പേരാണ്, ക്രൂരശക്തിയുടെ പേരാണ്. നേരത്തെ ആദിനെ പറഞ്ഞതുപോലെ, സമൂദിനെ പറഞ്ഞതുപോലെ, ഫിർഔനെ പറഞ്ഞതുപോലെയാണ് ആധുനിക അമേരിക്ക, ട്രംപ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ട്രംപിന്റെ അമേരിക്കയിൽ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമോഫോബിയയുടെ കേന്ദ്രത്തിൽ, സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രത്തിൽ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ന്യൂയോർക്ക്. പക്ഷേ ആ രാജ്യത്തിന്റെ ഔദ്യോഗിക ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ആണ്. പക്ഷെ മുതലാളിത്തത്തിന്റെ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ, അവരുടെ എല്ലാ സാമ്രാജ്യ നയങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ആ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ തെരഞ്ഞെടുപ്പ് അത് വലിയ പ്രചരണ കോലാഹലങ്ങളോടുകൂടി നടന്നതാണ്. ആ പ്രചരണ കോലാഹലങ്ങളുടെ ഭാഗമായിട്ട് അവിടെ മത്സരിച്ച ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സഹറാൻ മംദാദി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. ആ വിജയിച്ചെന്ന് ലോകം വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തൊന്ന് വലിയ ചർച്ചയാണ്. ലോകത്തെ ഇന്റർനാഷണൽ മീഡിയകളിലെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് മംദാദിയുടെ വിജയമാണ്. മംദാദി ഇന്ന് ലോകത്തെ മുഴുവൻ മീഡിയകളിൽ, ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ മീഡിയകളടക്കം, ഓൺലൈൻ പത്രങ്ങളടക്കം ലോകത്തിന്റെ ഹെഡ്ലൈൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മംദാദിയുടെ വിജയം. എന്തുകൊണ്ട് അങ്ങനെ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നതാണ്. മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്, വെള്ളിയാഴ്ച ജുമുഅക്ക് പങ്കെടുക്കുന്ന മുസ്ലിമാണ്. അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിലടക്കം കടന്നു വന്ന ഇസ്ന എന്ന് പറയുന്ന അവിടുത്തെ ഇസ്ലാമിക NGO-ന്റെ നേതാവ് സിറാജ് വഹാജുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ അങ്ങനെ ഇസ്ലാമികമായ ശരിയായിട്ട് നിയമങ്ങൾ ആ അളവിലും തോതിലും പാലിച്ചു പോകുന്ന ആള് എന്നൊന്നും അർത്ഥമില്ല കേട്ടോ, അത്രത്തോളം ചിന്തിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തെ ഇസ്ലാമോഫോബിയയുടെ തലസ്ഥാന നഗരിയിൽ
ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ വലിയ ചർച്ച നടന്നു. നമ്മൾ പോലും ഇവിടെ പോലും ഇതിങ്ങനെ പറയാൻ കാരണം അതിന് ഒരുപക്ഷെ ലോകത്ത് എവിടെയും പ്രസക്തിയുണ്ട്, നമ്മുടെയൊക്കെ നാട്ടിലടക്കം പ്രസക്തിയുണ്ട്. ജീവിതത്തിൽ നാം ജീവിക്കുന്ന പൊതു ഇടങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഉദ്യോഗ തലങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ അധികാര പ്രതിനിധീകരണങ്ങൾ, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരിക, ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിൽ, നമ്മുടെ സാംസ്കാരിക ഇടപെടലുകളിൽ, നമ്മുടെ ഉദ്യോഗ തലങ്ങളിൽ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ഐഡിയോളജിയും പ്രതിനിധീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യം. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ന്യൂയോർക്ക് സിറ്റിയിൽ 60-70 ലക്ഷം ജനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ 20 ലക്ഷത്തോളം ആളുകൾക്കാണ് വോട്ടവകാശമുള്ളൂ. ആ നാട്ടിലെ ജനജീവിതം വളരെ പ്രയാസകരമായ അവസ്ഥ, വലിയ മുതലാളിത്തത്തിന്റെ ഒരു തരത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ജീവൽ പ്രതിസന്ധികളെല്ലാം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം, അദ്ദേഹം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് ട്രംപ് വലിയ വെല്ലുവിളി ഒഴുക്കി. അദ്ദേഹം അത് തീവ്രവാദി, ഭീകരവാദി. നിങ്ങൾക്കൊരു പക്ഷെ ന്യൂയോർക്കിന് ഫണ്ട് പോലും കേന്ദ്ര ഫണ്ടിൽ നിന്ന് തരില്ല. അദ്ദേഹത്തെ തോൽപ്പിക്കണം, അദ്ദേഹത്തെ നാട് കടത്തണം, അദ്ദേഹത്തെ തോൽപ്പിക്കണം. അദ്ദേഹം തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, ഹമാസിന്റെ വക്താവാണ്. ഞാൻ പറയുന്നത് ഇന്നും നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ, ഇസ്ലാമിക സമൂഹങ്ങളെ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്, എന്തെല്ലാം ചീത്തവിളികളും തെറിവുകളും കൂക്കുവിളികളുമാണോ, അതെല്ലാം നമ്മൾ ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിന്റെ വക്താക്കളും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന, ലോകത്തെവിടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം എല്ലാ തെറിവിളികളും, എല്ലാ കൂക്കുവിളികളും, എല്ലാ ചീത്തവിളികളും, ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം, അങ്ങനത്തെ അദ്ദേഹം പറയുന്നുണ്ട്. ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം, ഗുഡ് മുസ്ലിം ഗുഡ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിനെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാത്ത, പൊതു ഇടങ്ങളിൽ, പൊതുമണ്ഡലങ്ങളിൽ തന്റെ ഇസ്ലാമിക സ്വത്വം, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ പോലും ഭയപ്പെടുന്ന, സ്വന്തം പേര് പോലും ചിലയിടങ്ങളിൽ ചെന്ന് പറയേണ്ടി വരുമ്പോൾ വിഷമിക്കേണ്ടി വരുന്ന നമ്മുടെയൊക്കെ പെൺകുട്ടികൾ സ്വന്തം തല മറയ്ക്കാൻ, അദ്ദേഹം എന്റെ ആന്റി ഹിജാബ് ധരിച്ച് പ്രയാസപ്പെട്ട് നടന്നിട്ടുണ്ട്. ആ പ്രയാസം ഉണ്ടാവില്ല, അഥവാ തല മറക്കുന്ന ഹിജാബ് ധരിക്കുന്ന സ്വന്തം ആന്റിയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളടക്കം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്ക് തലമറച്ചുകൊണ്ട് ചെല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ വേണ്ടതില്ല എന്ന് എഴുതി മാപ്പ് പറഞ്ഞ് പിന്നോട്ട് പോകുന്ന ഭീരുക്കളായ, സ്വന്തം ഇസ്ലാമിക വ്യക്തിത്വത്തെ അടയാളപ്പെടുത്താൻ ധൈര്യം കാണിക്കാത്ത, അങ്ങനെ ഹിജാബ് ധരിക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത, ഹിജാബ് മറച്ചു വെക്കുന്ന, അപ്പൊ തന്നെ ഈ കൊച്ചിയിലൊക്കെ എന്ത് പ്രശ്നത്തിന്റെ ഇടയിൽ ഞാൻ ആ പിതാവിനെ പ്രത്യേകം അഭിമുഖീകരിക്കുകയാണ്. ആ ഒരു സാധാരണ മുസ്ലിം പിതാവ് ഹാർബറിൽ ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ചെറിയ ശമ്പളമുള്ള വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും ചെറിയ ജോലിയുള്ള മനുഷ്യൻ 2 മക്കളെ പഠിപ്പിച്ച് അവര് ബ്രിട്ടനിലും റഷ്യയിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ. ഇവിടെ ചില മാധ്യമ മുത്തശ്ശികളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹത്തിന് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്നും അവർക്ക് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് ഒരു പഴയകാല മുസ്ലിം മാതാപിതാക്കൾ അവതരിപ്പിക്കുന്ന മാതിരി ഇവിടുത്തെ ചാനലിലെ വലിയ പിന്നെ ആളുകൾ അവതരിപ്പിച്ച അവസരം ഒരു മാപ്പ് പറയേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അവർ ചെറിയ ശമ്പളം കിട്ടുന്ന എന്റെ മക്കൾ, ഒരു മകളെ ഞാൻ റഷ്യയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഓരോ കുട്ടിയെ ഏതോ ബ്രിട്ടനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ കുട്ടിക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസമാണ് നൽകുന്നത്, അതേപോലെ എന്റെ മക്കളെ ഞാൻ ഹിജാബ് ധരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കും. അങ്ങനെ മുന്നോട്ട് പോയി ഒരു പക്ഷെ ഒരു ഘട്ടത്തിൽ ഹിജാബ് ധരിച്ചു പോയ കുട്ടിയെ ഇൻസൾട്ട് ചെയ്തപ്പോൾ അതിന് ഇഷ്യൂ ആക്കാൻ, അങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് എന്റെ കുട്ടി സ്കൂളിൽ വരും, ഹിജാബ് ധരിക്കണ്ടെന്ന് കേൾക്കുമ്പോൾ എന്നാ ധരിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന, നിങ്ങളുടെ താടി പ്രശ്നമാണ് എന്നാ താടി വേണ്ടട്ടോ എന്ന് പറയുന്ന, നിങ്ങൾ ഇസ്ലാമികമായ ചിഹ്നങ്ങൾ, ഇസ്ലാമിക ഒരു പള്ളിയിൽ പോകാൻ പോലും നീ നമസ്കരിക്കുന്നവരാണോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നത് പോലും ഭയപ്പെടുന്ന, ജുമാക്ക് പോകാൻ ഭയപ്പെടുന്ന, ജുമാക്ക് പോകേണ്ടതില്ല എന്ന് പറയുന്ന, എന്നാ പോകേണ്ടത്, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ എന്ന് പറയുന്ന ഭീരുവായ ഒരു മുസ്ലിം ജീവിതം. ആ ജീവിതത്തെ നമ്മിൽ പലപ്പോഴും സ്വീകരിക്കുന്നത്. ചില ആളുകൾക്ക് എപ്പോഴും പൊതുവേ അദ്ദേഹം മതേതര മുസ്ലിം കേട്ടോ, ഇതൊരു മതേതര മുസ്ലിമാണ്, മതചിന്തകൾക്ക് അതീതമായി. നമ്മൾ പല സ്വാഗത പ്രസംഗങ്ങളും പല വേദിയിലും മതത്തെക്കാൾ മനുഷ്യന്റെ ജീവിതം, മതമല്ല പ്രശ്നം, മനുഷ്യനാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ചില മുദ്രാവാക്യങ്ങളുണ്ടല്ലോ. മതചിന്തകൾക്ക് അതീതമായി, എന്താ മതചിന്തകൾക്ക് അതീതമായിട്ട് പറഞ്ഞൂടെ? ചില സ്വാഗത പ്രസംഗങ്ങളും വലിയ വേദികളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം, അവർക്ക് മതത്തിന് അതീതമായി മനുഷ്യരെ മുഴുവൻ കാണുന്ന
ആ വാക്കിൽ എത്ര വലിയ മോശം അർത്ഥമുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? മതങ്ങൾ, നമ്മുടെ മതം എന്ന് പറയുന്ന മനുഷ്യ സ്നേഹത്തെ പഠിപ്പിക്കുന്ന മതമല്ലേ? നമ്മുടെ മതത്തിന് അടിത്തറയിൽ ജീവിച്ചാൽ ഇവർ മതത്തിന്റെ അടിത്തറയിൽ സംസാരിക്കുന്നു, ഇവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്തോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ അതെന്തോ മോശമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്, മതസംഘടനകൾ മതത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തോ ഒരു വലിയ മോശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. പല വേദികളിലും ചില മതേതര മുസ്ലിങ്ങളെ അവർ മതേതര മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്വാഗതം പറയാറുണ്ട്. മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കെടു മതങ്ങൾക്ക് അതീതമായി, അങ്ങനെ വാക്ക് പറയാൻ പാടില്ല. മതങ്ങൾക്ക് അതീതമായി ഞങ്ങളുടെ മതം കൊണ്ട്, ഞങ്ങളുടെ മതവിശ്വാസം കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാം. ഞങ്ങളുടെ മതവിശ്വാസം കൊണ്ട് മനുഷ്യർ ഒരുപാട് നന്മകളും സേവനം ചെയ്യുന്നത് മതചിന്തകൾക്ക് അതീതമായിട്ടില്ല. മതചിന്തകൾക്ക് അധീനമായിട്ട് തന്നെയാ ഈ മനുഷ്യർ, ഈ നാട്ടിലെ എല്ലാ സൽക്കർമ്മവും മുസ്ലിം സമൂഹം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെ വലിയ സുനാമി വേവ്, ഒരു സുനാമി ഇങ്ങനെ അടിച്ചു വരുമ്പോ എല്ലാം തകർക്കുന്ന പോലെ ഇസ്ലാമോഫോബിയയുടെ ഒരു സുനാമി അടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മുടെ കേരളത്തിൽ പോലും. നമ്മുടെ രാജ്യത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെയൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വെക്കാൻ പോലും പേടിയാണ്. നമ്മളൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വെച്ചാൽ അത് നമ്മുടെ നിലനിൽക്കുന്ന മതേതര ഫാബ്രിക്കിന്, മുസ്ലിം സമുദായം, ഇപ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരും, അത് വലിയൊരു ഭീകരകാരിയായിട്ടാണ് ഇവിടെ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതടക്കം ഇപ്പോൾ കേരളത്തിലൊക്കെ വെള്ളാപ്പള്ളിയൊക്കെ ഇട്ട് കളിക്കുന്ന കളിയുണ്ട്. അതങ്ങനെ മിണ്ടാതിരിക്കാനും പറയാനൊക്കെ എല്ലാവർക്കും എന്നൊരു പേടിയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹൃദയം സോഫ്റ്റ്. രാജ്യത്തെ സംഘപരിവാറിന് വേണ്ടി സ്വന്തം മകനും സ്വന്തം മകളെ സ്വന്തം ഭാര്യ വീട്ടിനകത്ത് അത്തരത്തിലുള്ള അവരുടെ ശാഖകൾക്ക് എല്ലാം ഇടം നൽകി ആ അജണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് താൽക്കാലിക റിസൾട്ട് തങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അതിന്റെ മുകളിൽ തൊടല് കെട്ടിയിട്ട് ആ തൊടല് നമ്മുടെ തൊടല് വെച്ചുകൊണ്ട് ആ ബെൽറ്റ് ഇങ്ങനെ ഒരു മതേതര ഇടതുപക്ഷത്തിന്റെ ബെൽറ്റ് കെട്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഈ വേട്ടയുമായി ഈ വർഗീയത കുരയ്ക്കുന്ന ഈ ജീവിയുടെ കഴുത്തിൽ ഇത്തരത്തിലൊരു ബെൽറ്റ് കെട്ടി, ഈ ബെൽറ്റ് ഞങ്ങളുടെ മതേതര സെക്യുലർ എന്നർത്ഥത്തിൽ അഴിച്ചു വിട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഓരോ നാട്ടിൽ നഗരത്തിൽ ഇങ്ങനെ കടന്നു വന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും വർഗീയത വെച്ച് ഇങ്ങനെ വിസർജിക്കുക. എത്ര പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അത്തരം ആളുകൾ ചൂടിപ്പോകുന്ന, അവർ പോലും ഉന്നയിക്കുന്ന, ഇനി വരുന്ന ഒരു മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് അധികാരം കിട്ടും, മുസ്ലിം സമൂഹത്തിലെ ആളുകൾ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് എന്തോ ഈ നാട്ടിൽ നടക്കാത്ത പോലെ, അത് വലിയൊരു ഭീകരമായ അന്തരീക്ഷമാണ് എന്ന പ്രചരണം വളരെ വ്യാപകമായി സംഘി ധാരകളൊക്കെ വലിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും അത്തരം പാർട്ടികൾ ചിഹ്നങ്ങളും ചിത്രങ്ങളും കാണുമ്പോൾ അതുപോലെ സ്വന്തം വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും അടിത്തറയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ കൂട്ടായ്മകളെ കാണിച്ച് പേടിപ്പിക്കുക. ഇവര് മതതീവ്രവാദികളാണ്, ഇവര് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ മൗലികവാദം, മതത്തിൽ വിശ്വസിക്കുന്നവർ, മതത്തെ കൊണ്ടു നടക്കുന്നു എന്ന മതം എന്നത് എന്തോ ഒരു ഭീകരമായ സ്വത്വമാണ് എന്ന് ഈ ഇസ്ലാമോഫോബികൾ പറഞ്ഞത് കേട്ടിട്ട് അത് കേട്ടെഴുതിയിട്ട് അതിനനുസരിച്ച് സംസാരിക്കേണ്ടി വരുന്ന മാപ്പ് മനസ്സാക്ഷികളായ മുസ്ലിങ്ങൾ അവർ പഠിക്കേണ്ട ഒരു കേസ് സ്റ്റഡിയാണ് സാക്ഷാൽ ന്യൂയോർക്കിൽ അവിടെയാണ് ലോകരാജ്യങ്ങളെ തലസ്ഥാന നഗരിയിൽ, ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാന മുതലാളിത്തത്തിന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇസ്ലാമോഫോബിക്കുകളുടെ പെന്റഗണിന്റെ ഇസ്ലാമോഫോബുകളുടെ വേൾഡ് ട്രേഡ് സെന്ററുകളുടെ സെപ്റ്റംബർ 11 കേന്ദ്രമായ ലോകത്താകമാനം ഇസ്ലാം വിരുദ്ധ യുദ്ധം നടത്തുന്നവരുടെ മക്കയിൽ, അവരുടെ എപ്പിസെന്ററിൽ പ്രിയമുള്ളവരെ ഒരു മുസ്ലിം നാമധാരി, വെറും നാമധാരി, ഞാൻ മുസ്ലിമാ, ഞാൻ അദ്ദേഹം വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ പോകാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹലാൽ ഭക്ഷണം, ഹലാൽ ചിക്കൻ, വെറും ചിക്കൻ റൈസ്, ഹലാൽ ചിക്കൻ. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന, പള്ളിയിൽ പോകുന്ന മുസ്ലിമാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന, ഗസയുടെ കൂടെയാണെന്ന് പറയാൻ ധൈര്യം, അങ്ങനെയുള്ള ധൈര്യം പോലും ഞാൻ ഫലസ്തീന്റെ കൂടെയാണെന്നല്ല, ഗസയുടെ കൂടെ, ഹമാസിന്റെ കൂടെയാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന നെതന്യാഹുവിന്റെ മുഖത്ത് നോക്കി നെതന്യാഹു എന്ന് യുദ്ധക്കുറ്റം അറിയാൻ അദ്ദേഹം എങ്ങാനും ന്യൂയോർക്കിൽ വന്നാൽ അദ്ദേഹത്തിന് കയ്യാമം വെക്കുമെന്ന് പറയാൻ മാത്രം സാധിക്കുന്നറിയില്ല. എങ്കിൽ പോലും ലോകത്ത് നെതന്യാഹുവിനെ വെല്ലുവിളിക്കുന്ന, സിയോണിസത്തെ വെല്ലുവിളിക്കുന്ന
പക്ഷെ ഈ പറയുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ജീവിക്കുന്ന വോട്ടർമാരില് 98% 8% മുസ്ലിങ്ങളുള്ളൂ. നമ്മളോടൊക്കെ അത്ര ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ടല്ലോ. നമ്മൾ ചെറിയ ന്യൂനപക്ഷല്ലേ, ആ ചെറിയ ന്യൂനപക്ഷം കുറച്ചുള്ളപ്പോൾ നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നതും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുമായ ആളുകൾ നിങ്ങളിങ്ങനെ ഏതെങ്കിലും തരത്തിൽ പൊതു ഇടങ്ങളിൽ പൊതു പങ്കാളിത്തത്തിൽ നിങ്ങൾ കടന്നു വന്നാൽ അത് മറ്റുള്ളവർ എന്താ വിചാരിക്കുക? അപ്പൊ നമ്മുടെ കേരളത്തിൽ വലിയൊരു മതേതരത്വത്തിന് വലിയ പ്രതീകമായിട്ട് പറയും. ഇതേ കണ്ടില്ലേ, പൊന്നാനിയിൽ ഞങ്ങൾ ഒരു ഹിന്ദുവിനെ വിജയിപ്പിച്ചു. പൊന്നാനിയിൽ പലപ്പോഴും വിജയിക്കുന്നത് ഹിന്ദുവായ രാഷ്ട്രീയ നേതാക്കന്മാരെ പലപ്പോഴും. പൊന്നാനി എന്ന് കേരളീയ മുസ്ലിങ്ങളുടെ മക്കയാണ്, പക്ഷെ അവിടെ വിജയിക്കുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, ഹിന്ദു കാൻഡിഡേറ്റ് ആണ്. അതാണ് ഞങ്ങൾ ഗുരുവായൂർ അവിടെ വിജയിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ്. അവിടെ മുസ്ലിം കാൻഡിഡേറ്റാണ് ജയിക്കാറുള്ളത്. അതൊക്കെ ഞങ്ങളുടെ വലിയ മതേതരത്വം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പലരും പറയുന്നത്. അത് നിങ്ങളുടെ മതേതരത്വം അല്ല, ഇസ്ലാമിക സമൂഹ മതമൂല്യങ്ങളുടെ നന്മയാണ്. പൊന്നാനിയിൽ മുസ്ലിങ്ങളെ ഭൂരിപക്ഷം, എന്നിട്ട് ഹിന്ദുവിനെ ജയിപ്പിക്കാൻ മുസ്ലിം രാഷ്ട്രീയത്തിന് സാധിക്കുന്നുണ്ട്. ഗുരുവായൂര് അത് അവിടെ മുസ്ലിങ്ങൾ തന്നെ ഭൂരിപക്ഷം, അല്ലാതെ അതെന്തോ ഹിന്ദു ഭൂരിപക്ഷം അല്ല, അത് മുസ്ലിം സമൂഹത്തിന് നന്മയാണ്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ അമ്പല നഗരത്തിൽ അവിടെ ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജകമണ്ഡലം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡല, മുസ്ലിം ലീഗ് പണ്ട് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡല. അവിടെ ഒരു മുസ്ലിം MLA വന്നു എന്ന് പറയുന്നത് അത് മുസ്ലിം സമുദായത്തിന്റെ മതനന്മയുടെ ഭാഗം, മതേതരത്വത്തില്ല, മുസ്ലിങ്ങളുടെ മതനന്മയുടെ ഭാഗം. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഇതുപോലെ മതേതര പാഠങ്ങൾ ആരും പഠിപ്പിക്കേണ്ടതില്ല. നമ്മൾ അത്തരം മതേതര പാഠങ്ങൾ കേട്ടിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ അതിനനുസൃതമായിട്ട് നമ്മൾ പരുവപ്പെടേണ്ടതില്ല എന്നൊരു തെളിവാണ് യഥാർത്ഥത്തിൽ മംദാദി സഹ്റാൻ മംദാദി നമ്മെ പഠിപ്പിക്കുന്നത്. സാറ്റൽ ഫലസ്തീനിൽ കൂടെ നിൽക്കാൻ ധൈര്യം കാണിച്ചു എന്നാണ്. ഞാൻ ഫലസ്തീനിൽ കൂടിയാണ്, ഞാൻ ഗസയുടെ കൂടിയാണ്. ഇസ്രയേൽ അവിടെ നടത്തുന്ന വംശഹത്യയാണ്, ജനസൈഡാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇസ്രയേലിലെ പ്രസിഡന്റ് ഈ രാജ്യത്തെ ഞങ്ങളുടെ വിമാനാതിർത്തിയിൽ ഇവിടെ കടന്നു വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഞാൻ ഹലാൽ ഫുഡിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ മുസ്ലിമാണ്, എന്റെ ഇസ്ലാമിക വ്യക്തിത്വമായിട്ട് ഞാൻ ജീവിക്കും, ഞാൻ പള്ളിയിൽ പോകും. ഒരുപക്ഷെ അദ്ദേഹം ഷീ തിയോളജി ഉള്ള ആളാണ്, പ്രാക്ടീസ് മേഖല ഒരുപാട് പരിമിതിയുള്ള ആളാണ്. നമ്മുടെ രാജ്യത്തെ ഞാൻ ഇന്ത്യനാണ്. പക്ഷേ സാക്ഷാൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പോലും നെതന്യാഹുവിനെ പോലെ വാർ ക്രിമിനൽ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഗുജറാത്ത് വംശീയ കലാപത്തെ ഇന്നും അമേരിക്കയിൽ ഇരുന്നു കൊണ്ട്, നിങ്ങൾ മനസ്സിലായി, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട്, ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിന്റെ മുഖത്ത് നോക്കി, ഇസ്രയേലി സിയോണിസത്തിന്റെ മുഖത്ത് നോക്കി ആർജവത്തോടെ സംസാരിക്കാൻ ഏതെങ്കിലും സിനിമാ നടന്മാരെ നായകന്മാരെ അവർ ചാമ്പിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ആസ്വദിക്കുന്ന തലമുറ പറയാതെ നിങ്ങളുടെ ഹീറോകൾ ഇവരൊന്നുമല്ല. നമ്മുടെയൊക്കെ ഇവിടുത്തെ ഏതോ സിനിമാ നടന്മാര് അവരുടെ മകന്മാര്, എന്നിട്ട് അവരെ ഇങ്ങനെ വരുമ്പോൾ അവരെ കാണാനും അവരെ തൊടാനും അവരെ തൊണ്ണുകളൊക്കെ ക്യൂ നിൽക്കുന്ന അവർക്ക് ഫാൻസായി നടക്കുന്ന മുസ്ലിം യുവാക്കളോട് പറയുന്നു, നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള മുസ്ലിം യുവാക്കളാകും. ആത്മാഭിമാനമുള്ള മുസ്ലിം യുവാക്കൾ ഏതെങ്കിലും മൂന്നാംകര സിനിമാ നടന്മാർ ഒരു നിലപാടും എഴുതി കൊടുക്കുന്ന സിനിമയുടെ ഡയലോഗിനപ്പുറം തന്റെ ജീവിതത്തിൽ പൊതുയിടങ്ങളിൽ ഒന്ന് വായ തുറന്ന് ധീരമായി സംസാരിക്കാൻ ആർജവമില്ലാത്ത ഇത്തരം നായകന്മാരുടെ അവരെ കൊടിയും വെച്ചുകൊണ്ട് നടക്കുന്ന നാണമില്ല നിങ്ങൾക്ക്. മുസ്ലിം യുവാക്കളൊക്കെ മാതൃകയാക്കേണ്ട ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ന്യൂയോർക്കിൽ നടന്നത്, അമേരിക്കയിൽ നടന്നത്. ട്രംപിനെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചു. ലോക സാമ്രാജ്യത്വം, ഇന്നിപ്പോ ലോകത്തെ വലതുപക്ഷ സാമ്രാജ്യങ്ങൾ ശക്തികൾ പലയിടത്തും തകർച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ പോലും ജെൻസി ജൂതന്മാരെ പുതിയ തലമുറ അവർ പോലും മംദാദിയുടെ പിന്നിൽ നിന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഏറ്റവും പുതിയ വാർത്തകളാണ്. ഇറ്റലി എന്ന് പറയുന്നത്, ഫ്രാൻസ് എന്ന് പറയുന്നത്, വത്തിക്കാൻ എന്ന് പറയുന്നത്, അതുപോലുള്ള സാമ്രാജ്യത്വ രാജ്യം ഒരുപക്ഷെ ലോക മഹായുദ്ധങ്ങൾ നടത്തിയവരാ. ഇറ്റലി എന്ന് റോമൻ കത്തോലിക്ക സമൂഹത്തിന്റെ കേന്ദ്രമായി ഇറ്റലിയാണ് ഫലസ്തീനിൽ കൂടെ നിന്നത്. അവരുടെ ഗസയ്ക്ക് എല്ലാ ഭക്ഷണപാഠം എത്തിച്ചു കൊടുത്തു. സ്പെയിൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ 10-30 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ജനസൈഡ് ചെയ്ത ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട നാടാണ് സ്പെയിൻ. ഇന്ന് നിങ്ങൾ സ്പെയിനിൽ ചെന്നാൽ അവിടുത്തെ ഇങ്ങനെ ചർച്ചൊക്കെ കണ്ടാല് ഈ ജോർജ് കുളങ്ങര സഞ്ചാര വഴികളൊക്കെ ഇങ്ങനെ കണ്ടാല് നിങ്ങൾക്ക് സ്പെയിനിൽ പള്ളി കാണാം. പള്ളി ഇങ്ങനെ കാണിച്ച് പള്ളി കാണിച്ച് മേലോട്ട് പോയി അവസാനം കാണാം കുരിശിന്റെ മേലെ അപ്പോൾ ചന്ദ്രക്കല ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പഴയ പള്ളി നേരെ ആ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ഇസ്ലാമിനെ തന്നെ അടിച്ചു വടിച്ചു തുടച്ച് കൊണ്ടുപോയി കളഞ്ഞിട്ട് അങ്ങനെ ക്രൈസ്തവത നിർബന്ധമാക്കിയ നാടാണ് സ്പെയിൻ. മറ്റേ സ്പെയിനാണ് പറയുന്നത് ഇസ്രായേലിൽ കൂടെ ഫിഫയിൽ വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ ഇസ്രായേൽ അവരെ കൂടെ കളിക്കാൻ പോലും തയ്യല്ല. ഫിഫയിൽ പോലും അവരെ കൂടെ കളിക്കാൻ പോലും അവർക്ക് അപ്പാർട്ടിയുടെ അവരുടെ കൂടെ മിണ്ടാൻ പോലും തയ്യാറല്ല എന്ന് പറഞ്ഞ രാജ്യമായി സ്പെയിൻ മാറിയിരിക്കുകയാണ്.
ഇമ്മാനുവൽ മക്രോൺ എന്ന് പറയുന്നതൊക്കെ കടുത്ത വലതുപക്ഷവാദിയാ. അവരടക്കം ഇപ്പോൾ ഫലസ്തീനെ കൂടെ നിൽക്കുന്ന, ഇങ്ങനെ ലോകത്തെ മുതലാളിത്ത സാമ്രാജ്യത്വ രാജ്യങ്ങൾ വരെയും ഇപ്പോൾ ഈ വലതുപക്ഷ ആത്യന്തികവാദികളെ എതിർക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിലകൊള്ളുന്നത്. ഞാൻ പറയുന്നത്, നമ്മളിവിടെ ഫാസിസത്തെയാണെങ്കിലും ഫാസിസത്തെ പിന്തുണയ്ക്കുന്നവരെയൊക്കെ ധീരമായിട്ട് അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ഒരു പേടിത്തൊണ്ടൻ രാഷ്ട്രീയം, മുസ്ലിം പ്രശ്നങ്ങൾ പറയാൻ പേടിക്കുന്ന രാഷ്ട്രീയം, മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ ഒരു മന്ത്രി അധികാരം സീറ്റ് നമ്മൾ മത്സരിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ മത്സരിച്ചാൽ ഇവിടുത്തെ മതേതര ഫാബ്രിക്കേഷൻ തകർന്നു പോകും എന്നൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നോ താങ്ക്സ്. ഇസ്ലാമിക സമൂഹം അവർ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരനുഭവിക്കട്ടെ ആളുകൾ. ഇപ്പോൾ അദ്ദേഹത്തെ അനുഭവിക്കാം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ നാട്ടിൽ വലിയ റെന്റാണ്, അവിടെ വലിയ റെന്റ് കുറയ്ക്കും. ഇവിടെയുള്ള ഈ കുടിയേറ്റക്കാർ അവർക്കൊക്കെ ഈ രാജ്യത്ത് ഇപ്പൊ കുടിയേറ്റ വിരുദ്ധതകൾ എല്ലായിടത്തും, എല്ലാ വിദേശത്ത് കടന്നു വന്നവർക്കൊക്കെ പൗരത്വം നൽകും, അവർക്ക് വോട്ടവകാശം നൽകും, ഇവിടുത്തെ ജീവിത ചെലവുകൾ കുറയ്ക്കും. ഈ നാട്ടിലെ പബ്ലിക് അതുകൊണ്ട് നാടിലെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിക്കണം. ഇസ്ലാമിക സമൂഹത്തോടെ ഞാൻ പറയുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ പറയുന്നത്, മുസ്ലിം രാഷ്ട്രീയ സംഘടനകളെ പറയുന്നത്, ഇസ്ലാമിക രാഷ്ട്രീയ പ്രതിനിധീകരിക്കുന്നവർ അവർ രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് സംസാരിക്കും, ജനപ്രശ്നങ്ങളെ സംസാരിക്കണം. ജനങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പറയും. നിങ്ങൾ അഭിമുഖീകരിക്കുക ചെയ്തുകൊണ്ട് നിങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ഐഡിയോളജി. നമ്പർ 1 ഐഡിയോളജി, നമ്പർ 2 ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡിയോളജിയും നിങ്ങളുടെ ഐഡന്റിറ്റിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആദർശവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നവരായി, നിങ്ങൾ ഹിജാബ് ധരിക്കുന്നവരായി, ഹലാൽ ഫുഡ് കഴിക്കുന്നവരായി, ഇസ്ലാമിക വേഷ സംസ്കാര മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരായി നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുന്ന പൊതു ഇടങ്ങളിൽ മുന്നോട്ട് പോകാൻ ധൈര്യമില്ലേ? അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ ന്യൂയോർക്കിൽ ധൈര്യമുള്ളവർ എന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ചരിത്രം മറയും, ചരിത്രം മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ്